ഭയങ്കര പേടിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും. പക്ഷെ എനിക്ക് ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പേടികൾ ഫേമസ് ആണ് ഇവർക്ക് എല്ലാവർക്കും. ശരിക്കും ഇവർക്ക് എല്ലാവർക്കും അറിയാം. തൊമ്മിക്കറിയാം. രാത്രിയാകുമ്പോൾ ഞാൻ ചത്തു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതൊക്കെ അവര് സ്ഥിരം പറയാവുന്നതാണ്. അതിന്റെ ഫേമസ് ആണ്. അതിനെ പറ്റി പടം വരെ എടുത്താൽ നമ്മൾ മ്യൂസിക്കൽ ചേർന്നുള്ളത്. മരണഭയം മരിച്ചു എന്നുള്ള സീനില് മരിച്ചു, ഞാൻ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു, മറ്റേ ആ സീൻ. അതായത് വിഷ്ണു, ഇപ്പൊ ഞങ്ങൾ ഈ കഥ കേൾക്കാൻ പോകുന്ന എവിടെയെന്നറിയോ? എവിടെയൊക്കെ ഞങ്ങൾ ഈ കഥ കേൾക്കാൻ ഡാൻസ് വിളിക്കുന്ന എവിടെ ഇരിക്കും? മരിപ്പിന് ഞങ്ങൾ വിളിക്കുന്ന റിനേ മെഡിസിറ്റിയുടെ ക്യാൻറ്റീനിലാണ്. അവിടുത്തെ ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ട് പുള്ളി ഇരിക്കും. ഞാൻ ചെന്ന് എന്നെ ഇവിടെ വിളിച്ച് അങ്ങോട്ട് നോക്കും. അപ്പോൾ അവിടെ ഒരു ICU ഉണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ഹാർട്ട് സ്പെഷ്യലിസ്റ്റിന്റെ സംഭവം ഉണ്ട്. പ്രശ്നം നമുക്ക് ഓടിക്കറിയാൻ മതിയല്ലോ എന്നാണ് പുള്ളി പറയുന്നത്. വല്ല കാണാനൊന്നും ഒരിക്കലും അസുഖം ഉണ്ടെന്ന് വിചാരിക്കാതെ ജിമ്മിൽ പോകുന്നുണ്ട്. എന്താ പ്രശ്നം? അറ്റാക്കാണെന്ന് തോന്നുന്നത്. സംഭവം അവർക്കും ഗ്യാസ് അല്ല. അപ്പൊ അത് കോമൺ ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്റെ പേടി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആരും പറയാറില്ല വീട്ടിൽ കിടന്ന് തുടങ്ങുന്നു. ഞാൻ മാത്രം ഹോസ്പിറ്റലിൽ പോകുന്നു. മ്യൂസിക്കൽ ചെയറിലെ പേടികളൊക്കെ എടുത്തിട്ടാണല്ലോ പാടാൻ. അതെ അതെ. ദൈവത്തിനോടുള്ള വിരക്തിയാണ്. അല്ലല്ല, ദൈവത്തിനോടുള്ള അമിതമായ ഇത് അഭിനിവേശം തുടങ്ങി പറയാം. അതാണ് തോന്നില്ലല്ലോ. അതും പിക്ചർ അബീബി ബാക്കി അതിനകത്താണ് കിടക്കണേ. ഇതിപ്പോ പീറ്റർ എന്നാണ് ഈ പേഴ്സണാലിറ്റിയുടെ പേര്. ഇയാൾ എപ്പോഴും സീരിയസ് സംസാരിക്കും. ഇതിന് വേറൊരു ഒറിജിനൽ പേഴ്സണാലിറ്റി മറ്റതുണ്ട്. അത് പുറത്തു വരുത്താണ് ഞാൻ പറഞ്ഞത്. പറയണം. ഇതങ്ങനെയുള്ള പണ്ട് ചെറുപ്പം മുതലേ മ്യൂസിക്കിൽ വന്ന കാരണം ആ ബാൻഡിന്റെ ഒരു സ്റ്റൈല് 80s 90s. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റൈൽമെന്നായിട്ട് ഇങ്ങനെയായിട്ട് നിൽക്കണം. ഈ വർഷം കാണുമ്പോഴായിരിക്കില്ല അടുത്ത വർഷം, കഴിഞ്ഞ വർഷം എല്ലാം വ്യത്യാസമായിരിക്കില്ല എപ്പോഴും. മലേഷ്യയിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കും ഇവനല്ല വന്നേക്കണം, വേറെ ആള്. മലേഷ്യയിലാണ് സിംഗപ്പൂരിൽ മലേഷ്യയിൽ തിരിച്ചു വേറൊരു മനുഷ്യൻ വന്നേക്കണം. ഇത്രയും താടിയും ഇത്രയും മുടിയൊക്കെ ആയിട്ട് വേറൊരാൾ മൾട്ടിപ്പിൾ പേഴ്സൺ. ഒരു ദിവസം പുള്ളി ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിരിക്കും. ഒരു ഡിയോയില് ഹോണ്ട ഡിയോയില് ഓൾ ഇന്ത്യ ട്രിപ്പ്. ഞാൻ ചിന്ത ഒരാളെ ചായ കുടിക്കാൻ വിളിച്ചാൽ ഇവിടുന്ന് വിളിച്ചത്. ഇവിടുന്ന് വശിഷ്ഠിന്ന് 12 ദിവസം കഴിഞ്ഞ് ചായ കുടിച്ചത്. അത് വേറെ കോമഡി അറിയാം. അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് ദിവസം അവിടെ ഇരുന്നപ്പോഴേക്കും പുള്ളിക്ക് അവിടെ നിൽക്കുന്ന ഒരു സ്വാമിയുടെ കമ്പനി ആയി കഴിഞ്ഞ് അയാളെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തപ്പോൾ അയാൾ പോയി. അപ്പൊ അവിടുത്തെ ആൾക്കാർ സ്വാമിയാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവനോട് അല്ല, അവിടെ പൂജ ചെയ്ത കാരണം എനിക്ക് തിരിച്ചു വരാനുള്ള പൈസ അത് കിട്ടി. അവിടെ പൂജ ചെയ്തവരോട് സ്വാമിയായിട്ടിരുന്ന അവിടെ ഒന്നും പറയല്ല. സമ്പ്രതി ഭർത്താക്കി പ്രബന്ധം അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ചില്ലറൊക്കെ നമുക്ക് കിട്ടി. ഇങ്ങനെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒറിജിനൽ ആയ ഒരു ഫിലിം മേക്കറായിട്ടാണ് വിപിൻ ആന്റണിയെ ഫീൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏറ്റവും പുതിയ സിനിമയും വരുന്നു. അതിലൊരു ഒറിജിനൽ ഐഡിയ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹത്തിന്റെ സ്ഥിരം കുറച്ച് ഫ്രണ്ട്സും ജോയിൻ ചെയ്യുന്നുണ്ട് സിനിമയെ പറ്റി സംസാരിക്കാൻ. നമസ്കാരം വിപിൻ ആന്റണി. നമസ്കാരം. ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള ഫിലിം മേക്കറായിട്ടാണ് തോന്നിയിട്ടില്ല. എപ്പോഴും ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയകൾ ഇപ്പോൾ ഓർമ്മ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ഹോംലി മീൽസിൽ മനോജ് ഗജൻ സംസാരിക്കുന്ന ഒരു ഭാഷാശൈലി ഉണ്ടല്ലോ, ഇതൊരു സംവേദന പ്രക്രിയ മാത്രമാണ്, ശൈവതാണ്ഡവത്തിന്റെ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളുള്ള ഒരു ക്യാരക്ടറിനെ പിന്നെ മലയാള സിനിമ അങ്ങനെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ബെന്നിന്റെ പേടികള് അതുപോലെ പിന്നെ വേറൊരു സിനിമയിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഓട്ടമേഷ സമ്മേളനം പോലെ ഒരു സ്പൂഫ് പടവും പിന്നെ കണ്ടിട്ടില്ല. ഈ ഒറിജിനലിന് വേണ്ടി ക്രേവ് ചെയ്യുമ്പോഴേ അപ്പുറത്ത് ഈ ആഘോഷ സിനിമ കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സിനിമയും കൂടി ഉണ്ടല്ലോ, അത് മിസ് ചെയ്യണില്ല. അപ്പൊ എന്ത് ഈ ഒറിജിനൽ ഇത്രമാത്രം ഇത്തവണ ഓരോ തവണ ഓരോ ഇതായിരുന്നു. ഫസ്റ്റ് ഇപ്പൊ ബെൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പടം ഡയറക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് പടം നമുക്ക് എപ്പോഴും ഇതായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ പടം കുട്ടികളെ വെച്ചൊരു സിനിമ ചെയ്യണം എന്നൊരു ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഈ പടം പക്ഷെ ആഘോഷമാണ്. ആൻഡപ്പൻ്റെ അത്ഭുത പ്രവൃത്തി മാക്സിമം നമ്മൾ എന്റർടൈനിങ്, നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിക്കൽ ആയിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം. അതുകൊണ്ട് ആൾക്കാർക്ക് മറ്റേ പടങ്ങൾ പോലെ അല്ല. അതുകൊണ്ട് ഇതിനാ തിയേറ്ററിക്കൽ ഒറിജിനൽ ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഈ സംഘോഷങ്ങളൊക്കെ എടുക്കുന്ന ഒരു ടേക്കും കൂടി ഉണ്ടല്ലോ. അതായത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രം ശക്തിയുള്ള രണ്ട് സ്ഥലത്തെ രണ്ട് ആളുകള്, അല്ലെങ്കിൽ ഇതൊക്കെ മാളുകളല്ലേന്ന് ചില ആരാധനാലയങ്ങളൊക്കെ. ഇതിന്റെ ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഏത് എക്സ്റ്റെന്റ് വരെ പോവാം, ജീവന് വരെ ഭീഷണിയാവുന്ന ഘട്ടത്തിലേക്ക് വരെ പോവാം. അങ്ങനത്തെ സാധ്യതകളുണ്ട്. ബേസിക്കലി പേടിയില്ലാത്ത അവരവസ്ഥ. ഭയങ്കര പേടിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും. പക്ഷെ എനിക്ക് ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പേടികൾ ഫേമസ് ആണ് ഇവർക്ക് എല്ലാവർക്കും. ശരിക്കും ഇവർക്ക് എല്ലാവർക്കും അറിയാം. തൊമ്മിക്കറിയാം. രാത്രിയാകുമ്പോൾ ഞാൻ ചത്തു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതൊക്കെ അവര് സ്ഥിരം പറയാവുന്നതാണ്. അതിന്റെ ഫേമസ് ആണ്. അതിനെ പടം വരെ എടുത്താൽ നമ്മൾ മ്യൂസിക്കൽ ചേർന്നുള്ളത്. സുനിൽ ജോർജ് ഞങ്ങൾ പരിചയപ്പെടുത്തിയില്ല. മലയാളത്തിലെ കോസ്റ്റ്യൂം ഡിസൈനർ നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അവൻ. അപ്പം സാഹചര്യം പരിചയപ്പെടുത്തുകയല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ പടത്തിലെ കണ്ടന്റിനോട് എനിക്ക് പേടിയില്ല. പടം ഉണ്ടാക്കുമ്പോൾ പേടിയില്ല. പടത്തിനോടൊന്നും ആ ഐഡിയയോട് പേടിയില്ല. ബാക്കിയുള്ള ഫിയേഴ്സ് ഉണ്ടെന്നുള്ളൂ. രാത്രിയോ ഉറങ്ങാൻ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ മറ്റേ അങ്ങനത്തെ ലൈഫിൽ ഫിയേഴ്സ് ഉണ്ടെങ്കിലും ഈ സിനിമയോട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്ത പടമായതുകൊണ്ട് നമ്മൾ മരണഭയം മരിച്ചു എന്നുള്ള സീനില്
അതായത് എന്നുവെച്ചാ മരിച്ചു, ഞാൻ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു, മറ്റേ ആ സീൻ. അതായത് വിഷ്ണു ഇപ്പൊ ഞങ്ങൾ ഈ കഥ കേൾക്കാൻ പോകുന്ന എവിടെയെന്നറിയോ? എവിടെയൊക്കെ ഞങ്ങൾ ഈ കഥ കേൾക്കാൻ ഡയറക്ടർ വിളിക്കുന്ന എവിടെ ഇരിക്കും? മരിപ്പിന് കഫേ കോഫി ഡേ. ഇല്ല, ഒരിക്കലുമല്ല. ഞങ്ങൾ വിളിക്കുന്നത് റിനെ മെഡിസിറ്റിയുടെ ക്യാൻറ്റീനിലാണ്. അവിടുത്തെ ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ട് പുള്ളി ഇരിക്കും. ഞാൻ ചെറിയ എന്നെ ഇവിടെ വിളിച്ച് അങ്ങോട്ട് നോക്കൂ, അപ്പോൾ അവിടെ ഒരു ICU ഉണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ഹാർട്ട് സ്പെഷ്യലിസ്റ്റിന്റെ സംഭവം ഉണ്ട്. പ്രശ്നം നമുക്ക് ഓടിക്കറിയാൻ മതിയല്ലോ എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. അതെനിക്ക് ബേസിക്കലി രാത്രിയാകുമ്പോൾ എനിക്കൊരു നെഞ്ചുവേനാണെന്ന് വിചാരിക്കും, ഗ്യാസ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ റിനെ മെഡിസിറ്റിലോട്ട് ചെല്ലും. അവിടെ ചിലപ്പോൾ ഡോക്ടർ എനിക്ക് അവിടെ പരിചയം, എന്നെ കാണുമ്പോൾ ഇഞ്ചക്ഷൻ തരും. അപ്പൊ തരുമ്പോഴേക്കും പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ രാത്രി ആശുപത്രിയിലാകുമ്പോൾ ചത്താലും പേടിക്കണ്ടല്ലോ, കാരണം എന്തെങ്കിലും വന്നാൽ തന്നെ ഹോസ്പിറ്റലാണ് അതാണ് പറയണത്. സ്ഥിരമാണത്. ഇപ്പൊ പക്ഷെ കൺട്രോളാണ്, ഇപ്പൊ കുറഞ്ഞ അത് ഭയങ്കര ഡാർക്കാണ്. അതുണ്ട് അത് അതിപ്പോ ഇത്തിരി കൺട്രോളാണ്. എനിക്ക് വേണത് രാത്രിയാകുമ്പോൾ വെറുതെ ഒരു പേടി വരും. അമ്മയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ്. അപ്പൊ ഞാൻ നോക്കി വേറെ രണ്ടുപേരും വന്നേക്കും. വല്ല കാണാനൊന്നും ഒരിക്കലും അസുഖം ഉണ്ടെന്ന് വിചാരിക്കാതെ ജിമ്മിൽ പോകുന്ന രണ്ടുപേരും. എന്താ പ്രശ്നം? അറ്റാക്കാണെന്ന് തോന്നുന്നത്. സംഭവം അവർക്കും ഗ്യാസ് അല്ല, അപ്പൊ കോമൺ ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്റെ പേടി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ആരും പറയാറില്ല വീട്ടിൽ കിടന്ന് തുടങ്ങുന്നു. ഞാൻ മാത്രം ഹോസ്പിറ്റലിൽ പോകുന്നു. മ്യൂസിക്കൽ ചെയറിലെ പേടികളൊക്കെ എടുത്തിട്ടാണല്ലോ പാടാൻ. അതെ അതെ. ദൈവത്തിനോടുള്ള വിരക്തിയാണ്. അല്ലല്ല, ദൈവത്തിനോടുള്ള അമിതമായ ഇത് അഭിനിവേശം തുടങ്ങി പറയാം. അതാണ് തോന്നില്ലല്ലോ. അതും പിക്ചർ അഭിമി ബാക്കി അതിനകത്താണ് കിടക്കണേ. ഇതിന് വിരക്തിയല്ലട്ടാ, അത് ഒരിക്കലും ഗോഡ് ഫിലിമാണ് ആക്ച്വലി ഇത്. മറ്റേതല്ല, നമുക്ക് അങ്ങനെ തോന്നണാണ് ആ ട്രെയിലറും പരിപാടിയൊക്കെ വരുമ്പോ. ശരിക്കും പേഴ്സണൽ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? പിന്നില്ലേ, വിശ്വസിക്കുന്നുണ്ടാവുന്ന ദൈവത്തിന് മാത്രമേ വിശ്വസിച്ചിട്ട് ഓവറായാലേ ഉള്ളൂ. പക്ഷെ ഇതിലൊക്കെ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ നോക്കുമ്പോ ഒരു മൊത്തത്തിൽ തന്നെ ക്രിസ്ത്യാനിറ്റിന് സ്പെസിഫിക്കലി ട്രോൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്ന ഒരു ആക്ഷേപഹാസ്യമുള്ള പോലെ തോന്നുന്നു. ആക്ഷേപഹാസ്യം ഉണ്ട്, പക്ഷെ അത് ക്രിസ്ത്യാനിറ്റിനെയാണോ അത് റിലിജനെ ട്രോൾ ചെയ്തിട്ടുണ്ട്, ക്രൈസ്റ്റിനെ ട്രോൾ ചെയ്തിട്ടില്ല. ആ ഡിഫറൻസ് ആണ് ആ പടം. കുറച്ചുകൂടി പണവും കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലേ ഇപ്പൊ നമുക്ക് വിപിനാട്ടിൽ നിന്ന് ഈ അനുരാഗ് കശ്യപിന്റെ ഒക്കെ ബ്ലഡ് ഇല്ലാത്ത വേർഷൻ അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. യൂണിറ്റ് വണ്ടി കണ്ടേ പുള്ളിക്ക് അപ്പം ഹാർട്ട് അറ്റാക്ക് വരും, അതല്ലേ നെഞ്ചുവേന വരും. അതായത് പുള്ളിക്ക് വലിയ സെറ്റപ്പുകൾ കാണാൻ പാടില്ല. പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, പുള്ളിയെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ മാത്രമേ പുള്ളിക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് വിപിനാട്ടിൽ നമുക്ക് അതെടുത്തു ഇതെടുത്തു, അയ്യോ വേണ്ട, ഞാൻ ഡ്യുവൽ ക്യാമറ എടുത്തില്ല, അയ്യോ വേണ്ട, ഒറ്റ ക്യാമറ മതി. അത് പുള്ളിയുടെ ക്യാമറമാൻ, പുള്ളി പറയുന്ന ക്യാമറ, പുള്ളി കാണുന്ന ആൾക്കാർ, പുള്ളിയുടെ ഫ്രണ്ട്സ് അഭിനയിക്കാൻ, അന്നേരം പുള്ളിക്ക് പറ്റത്തുള്ളൂ. അങ്ങനെയല്ല, കംഫർട്ട് സോൺ. ഞാൻ പണ്ട് TV ഷോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മുടെ കൂട്ടുകാരാണല്ലോ, ഇത് കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിപ്പിക്കായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും TV-യിൽ വരാതെ നമ്മുടെ കൂട്ടുകാരെ തന്നെ അഭിനയിപ്പിച്ചിരുന്നത്. അപ്പൊ അവരെയൊക്കെ അഭിനയിപ്പിച്ച് എനിക്ക് ശീലമായി. അപ്പൊ കുറച്ച് കംഫർട്ടാണ് ചെയ്യിക്കാനായിട്ട്. പിന്നെ സെറ്റപ്പിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ബെന്നൊക്കെ അത്യാവശ്യം സെറ്റപ്പ് ഉണ്ടായിരുന്നു, വലുതായിരുന്നു, ബെന്നും എല്ലാം സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എനിക്ക് തോന്നണതേ കുറേം കൂടി ഇപ്പൊ എനിക്ക് മ്യൂസിക്കൽ ചെയർ എടുത്തപ്പോൾ ആൾക്കാരുണ്ടായില്ല. ഇപ്പൊ 3-4 പേരുടെ 1.5 വർഷം എടുത്തു ഷൂട്ട് ചെയ്യാൻ, 1.5 വർഷത്തിന് മേലെ എടുത്തു. പക്ഷെ എന്ത് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരെ എടുക്കാൻ പറ്റും. നമുക്ക് മറ്റേ ക്യാമറയുടെ വാടക അത് എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു സാധനം കിട്ടൂല. മറ്റേത് നമുക്ക് ആ ടെൻഷനില്ല. മറ്റേത് നമുക്ക് ടെൻഷൻ വരും, കാരണം ഇത്രയും പൈസ ഇതിന്റെ പുറകിലുണ്ട്, ഇത്ര ആൾക്കാർ നിൽക്കണേണ്. മറ്റേത് നമ്മൾ ഇന്ന് എടുത്തില്ലെന്നേ ഉള്ളൂ, വേറെ സീനില്ല. നമുക്കിപ്പോൾ ഒരു ഷോട്ട് എടുത്ത് ഒരു മഴക്കാലത്ത് ഒരു സാധനം ഒരാൾ നിൽക്കണടുത്ത് മഴ എടുത്ത് അതിന് മഴ പോകും. മറ്റങ്ങനെ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല, കാരണം പൈസ ഇത്ര ഇൻവോൾവ് ആണ്. അപ്പം ഫ്രീഡം കിട്ടുമെന്ന് മനസ്സിലായി അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. മറ്റതിൽ അതില്ല, ഫോഴ്സ്ഡ് ആണ്. നമ്മൾ ഷൂട്ട് ദിസ് ഫിനിഷ് ചെയ്തേ പറ്റൂ, കാരണം ഇന്ന് ക്യാമറയ്ക്ക് തന്നെ യൂണിറ്റും എല്ലാം കൂടി കൂട്ടി 2.5-3 ലക്ഷം 4 ലക്ഷം രൂപ ചിലവുണ്ട് ഒരു ദിവസം. അപ്പൊ ആ ബേർഡ് നമുക്കില്ല. അപ്പൊ അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് തോന്നി ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ പൊമ്പളരും എടുത്തപ്പോഴും എനിക്ക് വളരെ ചെറിയ ക്രൂവിലെടുത്തേ. അപ്പോൾ കോവിഡ് പടം. അപ്പം ഞാൻ എന്താ വെച്ചാൽ എനിക്ക് അത് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി പ്രഷറില്ല. നമുക്കപ്പോൾ ഇഷ്ടമുള്ള പോലെ നമുക്കൊരു സിനിമ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. മറ്റത് പറ്റത്തില്ല. മറ്റത് ഭയങ്കര സാധാരണ പോലെ ആയിപ്പോൾ. തുമ്മിയെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ കേരളത്തിലെ പുരുഷന്മാരുടെ ഫാഷൻ ഒരു ദിശയ്ക്ക് പോകുമ്പോൾ തൊമ്മി മാത്രം വേറൊരു ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും. എന്താണ് ഈ ഫാഷൻ സെൻസിന്റെ പിന്നത്തെ ഒരു എന്റെ പെർസ്പെക്റ്റീവ് തന്നെ വേറെ ഇല്ലടോ. അതായത് പഴയ സീൻ മാറ്റ്. നിന്റെ തൊമ്മിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട്. ഇതിപ്പോ പീറ്റർ എന്നാണ് ഈ പേഴ്സണാലിറ്റിയുടെ പേര്. ഇയാൾ എപ്പോഴും സീരിയസ് സംസാരിക്കും. ഇതിന് വേറൊരു ഒറിജിനൽ പേഴ്സണാലിറ്റി മറ്റതുണ്ട്, അത് പുറത്തു വരുത്താണ് ഞാൻ പറഞ്ഞത്. ഇതങ്ങനെയല്ലോ. പണ്ട് ചെറുപ്പം മുതലേ മ്യൂസിക്കിൽ വന്ന കാരണം ആ ബാൻഡിന്റെ ഒരു
സ്റ്റൈല് 80s 90s. അപ്പോൾ ഇപ്പോൾ സ്റ്റൈൽമെന്നായിട്ട് ഇങ്ങനെയാണ് നിൽക്കണം. ഈ വർഷം കാണുമ്പോഴായിരിക്കില്ല അടുത്ത വർഷം, കഴിഞ്ഞ വർഷം എല്ലാം വ്യത്യാസമായിരിക്കില്ല എപ്പോഴും. ഇതിന് അദ്ദേഹം ഒരു പ്രത്യേക എഫേർട്ട് എടുക്കണ്ടല്ലേ ഇതിനു വേണ്ടി മാത്രമല്ല ഇവൻ ഒരു ദിവസം മലേഷ്യയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കും ഇവനല്ല വന്നേക്കണം, വേറെ ആള്. മലേഷ്യയിലാണ് സിംഗപ്പൂരിൽ മലേഷ്യയിൽ തിരിച്ചു വേറൊരു മനുഷ്യൻ വന്നേക്കണം. ഇത്രയും താടിയും ഇത്രയും മുടിയൊക്കെ ആയിട്ട് വേറൊരാൾ മൾട്ടിപ്പിൾ പേഴ്സൺ. ഒരു ദിവസം പുള്ളി ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിരിക്കും ഒരു ഡിയോയില്, ഹോണ്ട ഡിയോയില് ഓൾ ഇന്ത്യ ട്രിപ്പ്. ഞാൻ ചിന്ത ഒരാൾ ചായ കുടിക്കാൻ വിളിച്ചാൽ ഇവിടുന്ന് വിളിച്ചത് എവിടെന്നാ വശിഷ്ഠിന്ന് 12 ദിവസം കഴിഞ്ഞ് ചായ കുടിച്ചത്. അത് വേറെ കോമഡി അറിയാം. അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് ദിവസം അവിടെ ഇരുന്നപ്പോഴേക്കും പുള്ളിക്ക് അവിടെ നിൽക്കുന്ന ഒരു സ്വാമിയുടെ കമ്പനി ആയി കഴിഞ്ഞ് അയാളെ കുറച്ച് ഹെൽപ്പ് ഒക്കെ ചെയ്തപ്പോൾ അയാൾ പോയി. അപ്പൊ അവിടുത്തെ ആൾക്കാർ സ്വാമിയാണെന്ന് വിചാരിച്ച് എന്നിട്ട് ഇവനോട് ഒരു അല്ല അവിടെ പൂജ ചെയ്ത കാരണം എനിക്ക് തിരിച്ചു വരാനുള്ള പൈസ അത് കിട്ടി. അവിടെ പൂജ ചെയ്തവരോട് സ്വാമിയായിട്ടിരുന്ന അവിടെ ഒന്നും പറയല്ല, സമ്മതി ഭർത്താക്കി പ്രബന്ധം അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ചില്ലറൊക്കെ നമുക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു മാസം അവിടെ സ്വാമി. അല്ല മലേഷ്യയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് അവിടെ ലാസ്റ്റ് ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മുടിയും താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കളർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ കളർ ചെയ്താണ് എല്ലാം. അല്ല തിരിച്ചു വന്നപ്പോഴോട് പറഞ്ഞേ കിളി പോയെന്താ എനിക്ക് മലേഷ്യയിൽ വെച്ച് എന്റെ കുണ്ടലിനി ഓപ്പൺ ആയിരുന്നു. കുണ്ടലിനി ഓപ്പൺ ആയിട്ട് എടുത്ത് വന്നേക്കണം ഇവിടെ. അത് മൊത്തത്തിൽ കട്ടായി. തിരിച്ചു വന്നിട്ട് എയർപോർട്ടിൽ വന്നിട്ട് എന്നെ 2 മണിക്കൂർ മാറ്റി നിർത്തിയവര്. അതായത് പാസ്പോർട്ടിലുള്ള ഞാനല്ല, ഞാൻ നമ്പർ മാറ്റി നിർത്തി. എന്നിട്ട് എന്നെ അപ്പൊ പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് റെഡിയാക്കിയിട്ട് അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു, പുള്ളിയാണ് എന്നെ പുറത്തോട്ട് ഇറക്കി വിട്ടത്. അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിളിച്ചത് ഡ്രഗ് ഡീലറാന്ന് ഓർത്ത്. അത് കുണ്ടലിനി ഓപ്പൺ ആയിരുന്ന ശരിക്കും അത് നീ പറഞ്ഞില്ല. കുണ്ടലിനി ഓപ്പൺ ആയതല്ല, എവിടെയോ വെച്ചിട്ട് ഓപ്പൺ ആയി. തിരിച്ചു വന്നപ്പോഴേ അതല്ല കേൾക്കണവർക്ക് അറിയാൻ പറ്റുമായിരിക്കും സാധനം, അല്ലാണ്ട് എനിക്കറിയാൻ പറ്റില്ല. നമ്മുടെ മനസ്സെവിടെ ഇരിക്കുന്നത് നമുക്കറിയാൻ പറ്റുമോ? മനസ്സ് അതേപോലെ ഈ സാധനങ്ങളൊക്കെ പറയണ സാധനങ്ങളല്ലേ എവിടെ ഇരിക്കണം നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഞാൻ തിരിച്ചു വരുമ്പോ ഇവൻ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടിരിക്കുന്നു. സാധനമൊക്കെ വേറെ ലെവലിൽ. ഞങ്ങൾ പേര് പറയണല്ലോ, ഒരു പടം കാണാൻ പോയി, സാധാരണ മലയാളം പടം. അച്ഛനെ കുണ്ടലിനി ഓപ്പണായി ഈ പടം താൻ കാണിക്കണേന്ന്. എന്നിട്ട് പുറത്തോട്ട് ഇല്ല ഞാനിവിടുന്ന് ബൈക്ക് എടുത്തിട്ട് ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയിട്ട് ഓൾ ഇന്ത്യ പോയപ്പോ എന്റെ കിളിയൊക്കെ പോയിട്ട് അങ്ങനെ സീൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിയാണ് വിളിക്കുന്നത്, തുമ്മി നീ ഇപ്പൊ എവിടെയുണ്ട്, പടം തുടങ്ങാൻ പോകണം. ഞാൻ പറഞ്ഞു ഞാനിവിടെ വശിഷ്ഠിലാടോ, ഞാൻ ഹിമാചലാടോ. ഇവിടെ നീ എത്രയും പെട്ടെന്ന് നോക്കണം, നിന്നെ മമ്മി വിളിക്കേണ്ട പിള്ളേരെ കണ്ടേന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് അപ്പത്തിന്. അതെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു കോളാണ് നമുക്ക് അത്യാവശ്യം. വെറുതെ ചായ കുടിക്കാൻ വേണ്ടി അങ്ങ് പോവല്ലേ. ഫ്രണ്ട് വിളിച്ചു. അത് അവനത് എനിക്ക് വാട്സപ്പിൽ എനിക്ക് ലൊക്കേഷൻ വിട്ട് ഇപ്പൊ നമുക്ക് 12 ദിവസമുണ്ട്. 12 ദിവസത്തിൽ എത്തിയാണ് അവിടെ ബൈക്കില്. അത് നമുക്കൊക്കെ അറിയാൻ പാടില്ല, നാളത്തെ കാര്യം നമുക്ക് അറിയാൻ പാടില്ല. പോകുമ്പോൾ ഇവിടെ താമസിക്കണമെന്ന് നമുക്ക് അറിയാൻ പാടില്ലല്ലോ. ചിലവർ ബ്ലോഗ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫുഡ് കിട്ടും, ഇവിടെ താമസിക്കാൻ ഇങ്ങനെ. പക്ഷെ അവരെങ്ങനെ പെരുമാറണമെന്ന് അവർ നമ്മൾ പറയണില്ലല്ലോ. അത് മാത്രല്ല പോയില്ലേ, പോയി ഫുള്ള് കറങ്ങി നേരെ പാലോട്ട് വന്ന് അടിച്ചു വീണ് കൈകാല പൊടിഞ്ഞ് അവിടെ പോയി വസിഷ്ഠരെ പോയൊന്നും പറ്റിയില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് മിസ് ചെയ്ത കുറെ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ പിന്നെ നമ്മൾ പോകും. നമ്മൾ മറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ വേണ്ടി പോകൂലേ. ടൈം പാസസ് സോ ക്വിക്ക്ലി, ടു ക്വിക്ക്ലി ഫോർ സം. സെയിം ആ സാധനം കിട്ടിയില്ലേ? അതെ ഇന്റലക്ച്വൽ അല്ല. സുനിൽ ജോർജ് ആക്ച്വലി കോസ്റ്റ്യൂം അവൻ ഒരുപാട് സിനിമകൾ വർഷം അനാർക്കയുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഇപ്പൊ ഇവിടുത്തെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാണ് അവൻ. മാത്രമല്ല സുനിലാണ് ഇന്റലക്ച്വലിനെ അപ്പുറത്തേക്ക് സ്പിരിച്വൽ കാര്യങ്ങളെ കുറിച്ച് അവൻ ഒരുപാട് പഠിക്കുന്ന ആളുകൂടിയാണ്. അപ്പൊ ബേസിക്കലി ഈവൻ എനിക്ക് കുറെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ പടത്തിന്. ആദ്യം കുറച്ച് ഐഡിയാസ് ഒക്കെ ഇപ്പോഴല്ല, നേരത്തെ. അല്ലല്ല, അതിപ്പം സുനിലിന്റെ ക്യാരക്ടർ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ സുനിൽ ഡിസൈൻ ചെയ്തിട്ടില്ല. സുനിൽ ആക്ച്വലി ബിലീവ് ചെയ്യുന്ന സിസ്റ്റമേ വേറെയാണ്, ഫ്ലാറ്റ് എർത്തറാണ്. അല്ല അത് കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഫ്ലാറ്റ് എർത്തറാണ്. പിന്നെ സുനിൽ ബിലീവ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഫോട്ടോ ഒന്നും വിശ്വസിക്കുന്നില്ല. അതാണ്. പിന്നെ അത് ഫ്ലാറ്റ് എർത്തറാണ്. പിന്നെ അത് കൂടാണ്ട് സുനിലൊരു ബുക്ക്, ഒരു പുതിയൊരു ബുക്ക് വന്നിട്ടുണ്ട്. അത് സുനിൽ വിശ്വസിക്കുന്നത് സീക്രട്ട് ബുക്കാണെന്നാണ്. ഹോളി മെഗില്ല എന്നാണ് ആ ബുക്കിന്റെ പേര്. സുനിൽ പറയുന്നത് അതാണ് സീക്രട്ട് ബൈബിൾ. ഒരു 10,000 പേരോ 10,000 പേരോടാ, എത്ര പേരുടെ കമ്മ്യൂണിറ്റിയാണ്? 10,000 ടെലഗ്രാമിൽ 1076 പേര് ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയാണ് ഈ അത്രയും പേർക്ക് മാത്രമേ വേൾഡിൽ ഏറ്റവും വലിയ സീക്രട്ട് അറിയൂ എന്നുള്ളതാണ് അതിന്റെ ഒരു ഇലുമിനാറ്റി പോലെ അല്ല ആക്ച്വലി.
നിങ്ങളെ പറ്റി തുറന്നു പറയില്ല, അതാണോ? അതല്ല അവൻ പറയും. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്, ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബേസിക്കലി ഒരു ഐഡിയ എനിക്ക് ഞാൻ ആറ്റിലെ പ്രത്യേകം അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക് ഐഡിയ പറഞ്ഞാൽ മതി. ഹോളി മെഗില്ല എന്ന് പറഞ്ഞ ഒരു ഒറിജിനൽ, അതാണ് റിയൽ ബൈബിൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് ആക്ച്വലി വേൾഡിലോട്ട് യുനോ പുറത്ത് ഇപ്പം അവൈലബിൾ ആണ്. 1 വർഷമായിട്ടുള്ളൂ റിലീസായിട്ട്, ട്രാൻസ്ലേഷൻ ഇറങ്ങിയിട്ട്. ഓൺലൈൻ ഉണ്ട്. ഒരു ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോർ ഉണ്ട് US-ൽ, അവിടെ നിന്ന് അവർ ഓൺലൈൻ PDF ഫ്രീ PDF അവർ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പുതിയ നിയമമാണോ? ഇല്ല, ഇതാണ് ശരിക്കുള്ള ഒറിജിനൽ. മറ്റതെല്ലാം മാനിപ്പുലേറ്റഡ് ആണ്. ഇതിന്റെ പുറത്ത് ഓപ്പൺ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയതുകൊണ്ട്. ഇതിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞത് ഇപ്പം ഇലുമിനാറ്റി പോലത്തെ ഇതൊക്കെ സുല്ല് ബിലീവ് ചെയ്യുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനത്തെ സിറ്റുവേഷൻസിലോട്ടൊക്കെ എത്തും. അപ്പം പക്ഷെ ഇതിപ്പം റിലീസായിട്ടുണ്ട്, പക്ഷെ അത് സപ്രസ് ചെയ്യാൻ വേണ്ടി. അല്ല, അപ്പൊ സുനിൽ വിശ്വസിക്കുന്ന ശരിക്കും ഈ വേൾഡിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് കുറച്ച് സെറ്റപ്പാടുകൾ അങ്ങനെ ഒക്കെ തന്നെയാണോ? അതെ അതെ. അതിപ്പം കോൺസ്പിറസി തിയറീസ് ഇപ്പോൾ ഓൾറെഡി കുറെ പേര് അത് ബിലീവ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ടോം ചാക്കോ ഒക്കെ ഓപ്പൺ ആയിട്ട് അത് സംസാരിക്കുന്നുണ്ട്. കൊറോണ വന്നതും അല്ലെങ്കിൽ ഇത് ഡിഫറെന്റാ, ഇത് അതിനേക്കാൾ ഇത് കോൺസ്പിറസി അല്ലേ, ഇത് അങ്ങനെയല്ല. ഇത് ഇതിന്റെ നമ്മുടെ ഫുൾ തിയറി, നമ്മുടെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഫുൾ പരിപാടി വേറെയാണ് അല്ലടാ. നമ്മളിപ്പം ബൈബിളിലെ വേർഷൻസ്, ചില വാക്കുകൾ, അല്ലെങ്കിൽ ഇപ്പം കാത്തലിക് ബൈബിൾ ആണെങ്കിൽ അപ്പോക്രിഫ ആഡഡ് ആണ്. ഇപ്പം ട്രഡീഷണൽ ബൈബിളിൽ അതിപ്പം റിമൂവ് ചെയ്തിരിക്കും. അപ്പോൾ അത് അതേപോലെ തന്നെ ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാപ്റ്റർ വൈസ് വ്യത്യാസമല്ല, എൻറ്റയർ സ്റ്റോറി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇത്ര നാളും വിശ്വസിച്ചിരുന്ന പോലെയല്ല, സ്റ്റോറി തന്നെ ഇപ്പം നമ്മൾ ഇത്ര നാളും ഈ ബൈബിള് പഠിച്ച് നമുക്ക് ആ സ്റ്റോറി ബൈ ഹാർട്ട് ഉള്ളതുകൊണ്ട്, ഇപ്പം നോഹയുടെ ഫ്ലഡ് ആണെങ്കിലും ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതറിയുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷനാണ് ആക്ച്വലി. മറ്റത് പിന്നെയും റീഡ് ചെയ്ത് നമുക്കത് ഇതാക്കണം, ലൈക്ക് അത് എന്താ പറയുക, ഫൗണ്ടേഷൻ ആവണം, എന്നാലേ അതിലോട്ട് നമുക്ക് കറക്റ്റ് എത്താൻ പറ്റും. പക്ഷെ ഞാൻ റിപ്പീറ്റഡ് റീഡ് ചെയ്തിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയുണ്ട് ഇവരുടെ കൂടെയുള്ള ജീവിതം? അതെന്റെ അടുത്തല്ല ചോദിക്കുന്നത്, ലൈഫിനെ ഭയങ്കര സിമ്പിളായിട്ട് കാണുന്ന ആളാണ്. ഇപ്പൊ ആഡ്ലിയാണ്, ഞാൻ പറഞ്ഞു, നമ്മൾ ലൈഫിൽ എന്ത് വലിയ ഇഷ്യൂ ആണെങ്കിലും ആരെങ്കിലും ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. ഇപ്പൊ നിങ്ങൾ തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഇത് എല്ലാത്തിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട്, മനസ്സിലായി? വളരെ സിമ്പിൾ സൊല്യൂഷൻ, മനസ്സിലായില്ലേ? എല്ലാത്തിനും സിമ്പിൾ സൊല്യൂഷൻ. അത് എത്ര ഈസി ആയിട്ടാണ് പുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്നത്. എനിക്ക് ബിലീവ് ചെയ്യാൻ അത്രയും അടിപൊളിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇരുത്തി ചുമ്മാ പൊക്കി പറയുന്നതല്ല. അയാളൊരു ഭയങ്കര രസമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമുക്കറിയില്ല, സത്യസന്ധത അയാളുടെ ലൈഫിലുണ്ട്. സുനിൽ ആക്ച്വലി സുനിലിന്റെ ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്. ഇവന്റെ അപ്പച്ചനും ഇവനും തമ്മിലുണ്ടായിരുന്ന തമാശ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ. സുനിലിനുള്ള പേര് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പാലാട്ടത്ത് സുനിൽ എന്നുള്ള പേര്. അപ്പൊ സുനിൽ തന്നെ കോസ്റ്റ്യൂം സ്റ്റൈല് പരിപാടിയൊക്കെ. അപ്പൊ സുനിൽ എന്താ വെച്ചാൽ അതോടെ സുനിൽ തീരുമാനിച്ചു, ഇന്ന് മുതൽ ടുഡേ ഐ ആം ഗോയിങ് ടു ചേഞ്ച് മൈ നെയിം ടു ബ്രയൻ. അപ്പച്ചനും അമ്മച്ചൊക്കെ സാധാരണ ആൾക്കാരാണ്. അപ്പൊ എല്ലാരും വിളിച്ചു പറഞ്ഞു, ടുഡേ ഓൺവേർഡ്സ് ഐ ആം ഗോയിങ് ടു ചേഞ്ച് മൈ ബ്രയൻ. കടയിൽ പോകുമ്പോൾ സുല്ലെ ചായ കുടിക്കാൻ ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ വീട്ടിൽ പറഞ്ഞു, അപ്പച്ച ഫ്രം ടുഡേ ഓൺവേർഡ്സ് യു ഹാവ് ടു കോൾ മീ ബ്രയൻ. ഓക്കെ, ബ്രയൻ ആഡംസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നല്ല പേരുകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പച്ച വൈകുന്നേരം മോനെ ബ്രയാൻ വാ ചോറീന ഇവന്റെ ക്യാരക്ടർ ബ്രയാൻ. ഇത് ഞാൻ എല്ലാവരും ഒറിജിനൽ വർഷത്തിലെ ഷൂട്ടിൽ ആക്ടർ ഇർഷാദ് അല്ല, ഇർഷാദിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഇർഷാദ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പറ്റും, മോനെ ബ്രയാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കറാണ് അവൻ. ചിന്തിക്കുന്നത് ഞാൻ ബേസിക്കലി ഒരു ട്രൂത്ത് സീക്കർ ആണ്. ഇപ്പം എപ്പോഴും സ്പിരിച്വാലിറ്റി ബേസ്ഡ് ആണ്, ലൈക്ക് ബിലീവർ ആണ്, ബോൺ അഗെയിൻ ക്രിസ്ത്യൻ ആണ്. അപ്പം അതിൽ കൂടുതൽ സത്യം അറിയാനും കുറേ ആളുകളുണ്ടല്ലോ ഇങ്ങനെ സത്യത്തിന് പുറകെ അന്വേഷിക്കുന്നത്. എനിക്ക് സ്പിരിച്വാലിറ്റിയാണ് കുറേ കൂടെ ട്രൂത്ത് എന്ന് മനസ്സിലായി. അതിന് പാലാരടുത്ത് സുനിലിന്റെ പേടിയുള്ളത് ഇലുമിനാറ്റി സീരിയസ് ആയിട്ട് സുനിലിന്റെ പുറകെ ഉണ്ടെന്നാണ് സുനിൽ വിശ്വസിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞോണം പച്ചക്കറി ഓടിക്കുമ്പോ രണ്ടുപേര് നോക്കി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അല്ല ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ആൾക്കാർ നോക്കണ്ട്, ചെറിയ പ്രശ്നമുണ്ട്. തമാശ ആണെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യണ്ടെന്നുള്ള കാര്യം
അതൊരു ഫാക്റ്റാണ്, ട്രൂത്താണ്. അത് ഒരു കോൺസ്പിറസി ആയിട്ട് അധികം ഇത് ചെയ്യരുത്. വേൾഡിലെ ഞങ്ങളിപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ, ഈ ഹോളിമേക്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരാൾ എനിക്ക് കൊല്ലത്തുനിന്ന്, ആക്ച്വലി ഇന്റർനാഷണൽ ഗ്രൂപ്പാണ്, കൊല്ലത്തുനിന്ന് ഒരാൾ എന്നെ അപ്രോച്ച് ചെയ്ത്. അദ്ദേഹത്തിന്റെ ഐഡി തന്നെ ഈ ലൂസിഫോം എന്നായിരുന്നു. ലൂസിഫർ ഫോം 33 ഈസ് എ ഫ്രീ മേസൺ നമ്പർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ, നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരുണ്ടോ, നിങ്ങൾ ഇതിനെപ്പറ്റി ട്രൂത്ത് സീക്ക് ചെയ്യണ ആളോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം. അപ്പം ഞാൻ അദ്ദേഹത്തിനെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അപ്പം എക്സിസ്റ്റിംഗ്. പിന്നെ ഇത് എനിക്ക് പേടിയുള്ള സ്ഥലം സൂക്ഷിച്ച് സംസാരിക്കണം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. പുറത്ത് ഇലുമിനാറ്റി ഏത് രീതിയിൽ ഇവനാവാം, ആരും ആവാം. അതുകൊണ്ട് ശരിക്കും സുനിലിന് ഭയങ്കര പേടിയാണ്. സുനിലിന്റെ അങ്ങനെ അല്ല, അതല്ല, പക്ഷെ പുറത്തിറക്കി കിടക്കുമ്പോൾ ഏത് രീതിയിൽ അവരൊന്ന് ആക്രമിക്കാറ്. ആ ലോകത്ത് ആയിക്കൂടി 1200 ആൾക്കാർക്ക് മാത്രമേ സീക്രട്ട് അറിയത്തുള്ളൂ. കാരണം അത്രയും പേര് അത്രേ ഉള്ളൂ അല്ല സുനിലെ, അല്ലെ? അത്ര പേരിലുള്ളു. കുറെ പേരിന് എത്രയുണ്ട് ഇതുപോലെ എക്സ്പോസ് ചെയ്ത് പറയോ? അല്ലല്ല, ഞാൻ ചെയ്യണം ഹോളി ബെഗിലിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? കുറെ പേർക്ക് അറിയാം. അത് ഇപ്പം ഓപ്പൺ ആയിട്ട് വരും. അത് പിന്നെ പബ്ലിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും ട്രാൻസ്ലേഷൻ ആയിട്ടില്ല. ആ ബുക്കിന്റെ പ്രത്യേകിച്ച് അത് എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇല്ല, അത് ഓൾറെഡി വന്നതാണ്. ഇതിന്റെ ട്രാൻസ്ലേഷൻ ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഇല്ല, ട്രാൻസ്ലേഷൻ മലയാളം, ഇംഗ്ലീഷ്. ഒറിജിനൽ പഴയ ലാംഗ്വേജ് അറബിക്. രീതിയിലുള്ള ശിഷ്യന്മാരാണ് നിങ്ങൾ? അതെ. ഇത് ഇവനായിട്ട് തന്നെ, അവനായിട്ട് തന്നെ, ഇവനായിട്ട് തന്നെ. അതെ, പഴയ പടം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇദ്ദേഹത്തിന്റെ തലയിലാണല്ലോ ഈ സിനിമ. കണ്ടിട്ടില്ല. ഈ പടത്തിൽ എന്റെ പേരെന്താണ്? നിന്റെ പേരാ? ഞാൻ എന്റെ പേര് എന്റെ അല്ലേ? ജനി നിന്റെ പേര് പടത്തിന്റെ പേര് ആൻഡപ്പൻ അത്ഭുത പ്രഭു. അല്ല, എന്റെ പേര് ജെനിന്നല്ലേ എന്റെ പേര്? അല്ല, എന്നെ വീട്ടിൽ വിളിക്കണ പേര് ജെനി എന്നാണ്. അപ്പൊ ഈ പടത്തിലും ജെനി തന്നെ എന്റെ പേര്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ പടത്തിൽ മാത്രം അഭിനയിക്കുമ്പോ എന്താ തൊമ്മി അനുഭവിക്കുന്ന ഒരു സന്തോഷം, അധിക സന്തോഷം? പണിയെടുപ്പിക്കും പുള്ളി, അതാണ് സന്തോഷം. ഹാപ്പിയാണ് പുള്ളിയോട് നിൽക്കാൻ വേണ്ടി. കട്ടം കേൾക്കും. ഇതൊന്നും ഇല്ലല്ല, സ്ക്രിപ്റ്റ് ഒന്നുമില്ല, പറഞ്ഞു തന്നെ കൊടുത്താൽ മതിയല്ല, പുള്ളിക്ക് ഇഷ്ടമുള്ള എടുത്തോളും. നമുക്ക് അഭിനയിക്കാൻ നേരത്ത് പുള്ളിക്ക് കംഫർട്ടബിൾ ആണ്. അതാണ് പുള്ളിക്ക് പിന്നെ ഈസി അല്ല. അത് ഇപ്പം വർത്തമാനം പറഞ്ഞ എനിക്ക് അറിയാലോ. അതാണ് ഈസിയാണ്. അപ്പൊ ഡയലോഗ്സ് ഇങ്ങനെ മാറ്റും. അപ്പൊ നമ്മൾ കാണാപ്പടം പഠിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പിന്നെയും വേറെ. അപ്പൊ നമുക്ക് നമ്മുടെ നാച്ചുറൽ ഇത് പുറത്തു വരാൻ വേണ്ടി നമ്മൾ പറയാൻ ഡെലിവറി ചെയ്യാൻ പോകുമ്പോഴത്തേക്കും പിന്നെ വേറെ ഇത് വരും. അപ്പം നാച്ചുറൽ ആയിട്ട് വരാൻ വേണ്ടി ആറ്റ്ലി ഞാൻ വലിയ ഫാനാണ്. ആറ്റ്ലിയുടെ വലിയ എന്താ കൂടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്. എല്ലാ കാര്യങ്ങളും പഠിക്കുക. അപ്പൊ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു ആറ്റ്ലിയുടെ ഒക്കെ മൂവീസ് പിന്നീട് ഭയങ്കര ഡിസ്കഷനിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. മൂവികളൊക്കെ അങ്ങനെ എപ്പോഴും ഈ പടത്തിൽ അങ്ങനെ സുനിൽ നമ്മളെല്ലാവരും കൂടിയാണ് ഈ പടം ചെയ്തത്. അപ്പൊ സുനിലിന്റെ ഐഡിയ ആയിരുന്നു ലാസ്റ്റ് സപ്പറിന്റെ ഫോട്ടോ. സുനിലിന്റെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിലിന്റെ ഐഡിയ ആയിരുന്നു ലാസ്റ്റ് സപ്പറിന്റെ ഫോട്ടോ. അപ്പൊ ആദ്യം ലാസ്റ്റ് സപ്പറിന്റെ ഫോട്ടോ നമ്മൾ റിലീസ് ചെയ്തപ്പോൾ കുറെ ആൾക്കാർ തെറി പറഞ്ഞിരുന്നു. അപ്പൊ സുനിൽ എന്നോട് വാക്ക് പറയിപ്പിച്ചാണ് ഒരിക്കലും ഇവന്റെ ഐഡിയ ഒന്ന് പുറത്ത് പറയുന്നത്. ഞാൻ ഐഡിയ പുറത്ത് പറയുന്നത് സുനിലാണ്. ലാസ്റ്റ് സപ്പറിന്റെ ഫോട്ടോ എടുത്ത് ഇറ്റ്സ് ബി സോ നൈസ്. അടുത്ത് പിറ്റേ ദിവസം പോലെ ഇതുവരെ ഇപ്പൊ സത്യം പറഞ്ഞു സുനിൽ നീ ഇലുമിനാറ്റി കൂടാണ്ട് നിനക്ക് വേറെ ശത്രുക്കളുണ്ടായി. ഞാൻ കുറച്ചൊരു ക്ലാരിറ്റിക്ക് ഒരു ചോദിച്ചത്, സാധാരണ എല്ലാ ആളുകളും ചിന്തിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ആളുകളും പോകുന്ന ഒരു റൂട്ട് ആണല്ലോ വിപിന്റെ. അതായത് ഇപ്പൊ ആളുകളെ കാണുന്നതായാലും ലൈഫിനെ കാണുന്നതായാലും സിനിമകളെ കാണുന്നതായാലും തമാശ ഉണ്ടാക്കുന്നതായാലും എപ്പോഴെങ്കിലും ആളുകൾ ഉപദേശിച്ചിട്ടുണ്ടോ സാധാരണക്കാരെ പോലെ? അതായത് സാധാരണ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക, ഇത് നോർമൽ അല്ല, ഇത് അബ്നോർമൽ ആണ്, അങ്ങനെയൊക്കെ ആളുകൾ. ഇത് എന്റെ കൂടെ ഇവരൊക്കെ ആയതുകൊണ്ട് വളരെ ആൾക്കാരായതുകൊണ്ട് എനിക്ക് നല്ല ഉപദേശം കിട്ടാത്തതിന്റെ കുഴപ്പമുണ്ട്. കാരണം നമുക്ക് വേറെ ആരും ഉപദേശിക്കാൻ. ഞാൻ രാവിലെ കാണുന്നത് ഇവന് മോസപ്പൻ പാലാരട്ടത്തിന്റെ അറിയാലോ, മോസപ്പൻ പാലാരട്ടം. പിന്നെ ഇവന് ഇച്ചിരി ബോധമുണ്ട്, ഇച്ചിരി കോമൺ സെൻസ് ഉണ്ട്. സിനിമ പ്രേതമൊക്കെ നടത്തിക്കണമല്ലോ, അപ്പൊ അതിനൊരു ബോധം വേണമല്ലോ. ഇത് ഔട്ട് ഓഫ് ദി വേൾഡ്. പിന്നെ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം കാണണേ, എവിടെ കോമൺ സെൻസ്. ഞാൻ വളരെ സിമ്പിൾ എക്സാമ്പിൾ തന്നെ പറഞ്ഞതാണ്. ഫോർ എക്സാമ്പിൾ തോമിച്ചൻ എന്റെ ആദ്യ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിരുന്നു. അപ്പം ഇവര് ലൈഫ് ഞാൻ പറഞ്ഞ ഒരു ഇൻസിഡന്റ് എടുക്കുന്ന രീതി ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ചിരിച്ച് കോമഡി ഒക്കെ പറയുന്ന ഒരാളാണ് അല്ലെ. അപ്പം അതിൽ പാപ്പി എന്നുള്ള ക്യാരക്ടർ ചെയ്തത് തൊമ്മിയാണ്. അപ്പൊ തൊമ്മി ഒരു എല്ലാ ദിവസവും ഞങ്ങൾ ലൊക്കേഷനിൽ ഞാൻ ഇദ്ദേഹത്തെ കൂടി പരിചയപ്പെടുന്നതും ആ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിറ്റേന്ന് ഷോട്ട് എടുക്കാണ്ട് ജയസൂര്യ ഈ പറഞ്ഞ പോലെ ചേട്ടനുണ്ട്, നമ്മുടെ ജോച്ചനൊക്കെ ഉണ്ട്, ആർട്ടിസ്റ്റുണ്ട്, പുള്ളിയായിട്ട് കോമ്പറ്റീഷൻ സീക്വൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സിനിമ ആയത് പറഞ്ഞാൽ ഈ അസിസ്റ്റൻസും എൻ്റെ റൂമിൽ അടക്കുന്നത്. അപ്പം ഡോർ അടക്കാറില്ല, ഞാൻ കിടന്ന് ഉറങ്ങുക. ഒരു 4 മണിയായപ്പം തട്ടുവാണ്. ഞാൻ ഇങ്ങനെ ഉറക്കത്തിലാണ്. ഞാൻ കണ്ടു പുള്ളി ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുക. ഞാൻ പുള്ളിക്ക് താടി ഇങ്ങനെ മീശപ്പെടുത്ത അങ്ങനെ കേട്ടപ്പാണ്.
ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്തു ഇത് സംഭവം എന്തൊരു പുള്ളി പറഞ്ഞ പോലെ മച്ചാനെ ഞാൻ ചെറുതായിട്ട് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം വന്നോട്ടെ ഞാൻ ചേട്ടനൊക്കെ നിൽക്കുകയാണല്ലോ അല്ല ഞാൻ എൻ്റെ ഭാര്യ ചെറുതായിട്ടൊന്ന് മരിച്ചു ഇത് ഞാനിങ്ങനെ എന്താ പറയുക എനിക്കിത് ഇത് റീൽ ഒന്ന് ഉറക്കത്തിന് വേണ്ടി ഇത്ര ഷൂട്ട് ഫസ്റ്റ് പടം ഞാൻ ബ്രോ ഇപ്പൊ തന്നെ നമുക്ക് അവരോട് സംസാരിക്കാം. അല്ല ഞാൻ പിന്നെ തിരിച്ചെത്താം. ഞാൻ പറഞ്ഞു വേണ്ട, ഒരു 2 ദിവസം തിരിച്ചെത്തിയാൽ മതി, ഒരു പ്രശ്നമില്ല. ബ്രോ ഇത് എങ്ങനെ മരിക്കും സിമ്പിൾ അല്ലേ? എല്ലാരും മരിക്കൂലേ? Everybody born, everybody dies. Or everybody born for something, everybody die for something. ആഡ്ലി ഒരു ദിവസം എന്താ പറയാ, എൻ്റെ മമ്മി വയ്യാ കിടക്കുമ്പം പിന്നെ മമ്മിക്ക് ഈ മോട്ടിടുന്നത് ഏതാ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം മമ്മി ഒരു ദിവസം മരണപ്പെട്ടപ്പം ഞാൻ പോയി മോട്ടിട്ട് നോക്കിയിരുന്നു ഏതാ മമ്മി തിരിച്ചു വരുമെന്ന്. വിചാരിക്കും ഇവര് ഈ തമാശ പറയും, നിങ്ങൾ ഈ പറയുന്നത് അല്ലല്ല, അതിനകത്ത് അങ്ങനെയല്ല. അതായത് ബേസിക് മമ്മിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പം മമ്മിക്ക് ബേസിക്കലി ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു താല്പര്യമില്ലായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും മോളിൽ പോയാൽ മതി. മമ്മിക്ക് ഓട്ടോമാറ്റിക്കലി മമ്മിക്ക് മറ്റേ സ്പിരിച്വൽ കൂടിയിട്ടേ. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്താ വെച്ചാൽ മോളിൽ പോയി മോട്ടർ ഓൺ ചെയ്തു. അപ്പൊ താഴെ വെള്ളം പറ്റുമ്പോൾ സ്പിരിച്വൽ പോയിട്ട് നോർമൽ ആവുമല്ലോ. അപ്പൊ തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ തോന്നും. വേടാ നീ മോട്ടർ ഓഫ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടാകും. അപ്പൊ നോക്കുമ്പോൾ അങ്ങനെ മമ്മീനെ ഞാൻ ഒരു 6 മാസം മോട്ടർ ഓൺ ചെയ്ത് തിരിച്ചുകൂടി ചേർത്തി. കാരണം മരിക്കാൻ തോന്നുമ്പോഴൊക്കെ അതാണ് മമ്മിക്ക് പെട്ടെന്ന് വേറെ ചിന്ത വർക്കാവുന്നത്. എനിക്ക് ജീവിതത്തിൽ എനിക്ക് അനുഭവം വന്നാ. കാരണം വെച്ചാൽ പുള്ളി ബേസിക്കലി ഭയങ്കര സ്പിരിച്വൽ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് മരിക്കുക എന്നുള്ളൊരു സന്തോഷമായിട്ടുള്ള കാര്യമായിട്ടാണ് കാണുക. അപ്പോൾ പുള്ളിക്കാരിക്കും കുഴപ്പമില്ല, പക്ഷെ എനിക്കാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണമെന്ന് തോന്നിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഭൂമിയിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ചെയ്ത് അവസാനം പുള്ളിക്കാരി മരിച്ചപ്പോൾ ഞാനൊരു ഇതായിട്ട് പറഞ്ഞാണ് ഞാൻ മോട്ടർ ഓൺ ചെയ്ത് നോക്കി. എന്റെ മമ്മിക്ക് ഇപ്പൊ 95 വയസ്സായി. പുള്ളിക്കാരത്തേക്ക് മരിക്കണമെന്ന് പേടിയില്ല. കാര്യം പുള്ളിക്കാരത്തി ഓൾറെഡി ഡ്രസ്സ് കൊടുത്ത് പെട്ടിയിൽ കിടത്തി. ഞാൻ കിടത്തി, പുള്ളി കിടത്തി മറ്റേ ബെന്നുള്ള പടത്തില് മ്യൂസിക്കൽ ചെയറിൽ. എനിക്ക് മരിക്കുന്നതിന് മമ്മിക്ക് 90, മമ്മിക്ക് 85 വയസ്സുണ്ട് അഭിനയിക്കുമ്പോൾ. മമ്മി ഞാൻ അഭിനയിക്കാന്ന് ഞാൻ നോക്കുമ്പോൾ ശവപ്പെട്ടിക്കകത്ത് കിടന്നിട്ട് പെട്ടിയിലെ വണ്ടിയിൽ തള്ളിക്കൊണ്ടോടുന്ന സമയത്ത് മമ്മി ഇങ്ങനെ എഴുന്നേറ്റ് നോക്കി പുല്ലൂർ അഭിനയിച്ചിരുന്നു. പുള്ളിക്കാരി ഓൾറെഡി പറഞ്ഞു ഞാൻ ചത്തത് ഓൾറെഡി ഉണ്ടല്ലാണ്, ഇനിയിപ്പോൾ വേറെ വീഡിയോയുടെ ആവശ്യമില്ല. അത് മമ്മി എടുത്ത് പറയടോ, മമ്മി ഇങ്ങനെ പെട്ടി കിടന്ന് അഭിനയിക്കുന്ന സീനാണ്. അപ്പൊ ഞാൻ പറയൂലെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറയുമ്പോൾ ആഹാ അവന്റെ പടമാണ് ഒന്ന് ചെയ്ത് കളയാ. സിനിമ പോലും കാണാത്ത മമ്മി നൈസായിട്ട് എഴുന്നേറ്റ് പള്ളിയിൽ ശവപ്പെട്ടി കിടന്നു. ഇപ്പൊ വേറെ സീനുണ്ട്. ഇപ്പൊ പുള്ളിക്കാരത്തി ഇനി മരിച്ചു കഴിഞ്ഞാൽ ആ പടം എല്ലാവർക്കും ചേച്ചിക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് പേടിയാണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആ മൂഡ്. ഞാൻ കഴിഞ്ഞ ദിവസം മമ്മിനെ കാണിച്ചു കൊടുത്തു കിൽ ബൈ ഡെത്ത് എന്നുള്ള സീൻ. അപ്പൊ അതുകൊണ്ട് ആ ഡോക്യുമെന്ററി ആണല്ലോ. വിപിൻ എപ്പോഴെങ്കിലും വിപിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് കാലത്തിന് മുന്നേ ചെയ്തു അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്റർവെല്ലിൽ അന്ന് ചെയ്ത ഫണ്ടബ് ഒക്കെ ഇപ്പൊ ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായോ? അതായത് മനസ്സിലായി അതൊരു സാധ്യതയില്ല. അതായത് അന്ന് ഈ പറഞ്ഞ പോലെ മഞ്ജുവാരുടെ ഡയലോഗ് പറയുമ്പോൾ അതിനെ റാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 6ാം നമ്പർ 6th Emperor എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. അത് കുറെ കാലം മുൻകൂട്ടി ചെയ്ത കാരണം ഇപ്പൊ പുതിയതായിട്ട് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എക്സൈറ്റ്മെന്റ് ഇല്ല. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നത് ആ ഒരു കാര്യം അപ്പൊ ചെയ്യുമ്പോ അപ്പോഴാണ് ഒരു ഇതുണ്ടാവില്ല. അത് കഴിയുമ്പോ അത് നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ അടുത്ത കാര്യത്തിലോട്ട് പോകുമല്ലോ. വിഷ്ണു ഉദ്ദേശിച്ചത് നമ്മൾ പിന്നെ ചെയ്താൽ മതി. പിന്നെ അങ്ങനത്തെ ഫണ്ടുകൾ ഉണ്ടാക്കിയപ്പോ ആ കാര്യങ്ങളൊക്കെ ആ ഇന്റർവ്യൂലെ കുറച്ച് എപ്പിസോഡുകൾ സ്റ്റോർ ചെയ്തിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വിട്ടാൽ തന്നെ അത് ഭയങ്കര വർക്കായിരുന്നു. ഇപ്പൊ ചെയ്യാൻ പാടില്ല. ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഓരോ സമയത്ത് ആ സമയത്ത് എനിക്ക് അതായിരുന്നു ഇഷ്ടം. അത് കഴിഞ്ഞു വേറെ കാര്യം ഇഷ്ടം വരില്ല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറിക്കൊണ്ടിരിക്കുമല്ലേ. ഇപ്പൊ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആ സമയത്ത് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അപ്പം അങ്ങനത്തെ ഐഡിയാസ് വന്നോണ്ടിരിക്കും. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് നമുക്ക് ഐഡിയാസ് വന്നോണ്ടിരിക്കും. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ അന്ന് ഇങ്ങനത്തെ ഐഡിയ ആരും ആലോചിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇന്റർവ്യൂ ഐഡിയാസ് നിന്ന് എനിക്ക് കിട്ടാണ്ടായി. അപ്പൊ സിനിമ എടുക്കാണെന്ന് തോന്നി. അപ്പൊ സിനിമയുടെ ഐഡിയാസിനെ കുറിച്ച് ആലോചിച്ച് അപ്പൊ അത് കഴിഞ്ഞ് ലിവിൽസിന് എഡിറ്റ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ സിനിമ അങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന്. ഇപ്പൊ നമുക്ക് പഴയത് ആലോചിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അപ്പൊ ഈ ഇപ്പൊ ഹോം ലിവിൽസിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ അതില് ചെറിയൊരു വേഷത്തിൽ വന്ന ബേസില്, അല്ലെങ്കിൽ അതില് ഭയങ്കര ചെറിയ വേഷത്തിൽ വന്ന ജോജു, അവരുടെയൊക്കെ ബേസിൽ അല്ലെങ്കിൽ അവരെ വെച്ച് മാർക്കറ്റ് ചെയ്യാവുന്ന, അവർക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. വിപിൻ ഒരിക്കലും ആ രീതിയിൽ അംബീഷ്യസ് ആയിട്ട് സിനിമകളെ ചേസ് ചെയ്യോ നായക നടനാവാനൊന്നും ശ്രമിച്ചിട്ടില്ല. അതെന്താ? അത് ബേസിക്കലി എനിക്ക് കംഫർട്ട്സ് ഒന്നാമത്തെ കാര്യം ഞാൻ ഒന്നിനും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്.
അത് മടിയുണ്ടോ അപ്പൊ? അല്ലെന്നേ, ഇപ്പൊ ഹോം ലിമിറ്റ്സ് ഞാൻ അഭിനയിക്കുന്നുള്ളത്, ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഇവിടെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കാണ്ടേ കുറേ ആൾക്കാർക്ക് കഥ പറഞ്ഞ് ഒരു നടന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി സിനിമ ഡയറക്റ്റിൽ നടക്കൂല എന്ന് മനസ്സിലായി. അങ്ങനെ അനുഭവത്തിനെ കണ്ട് പരിചയപ്പെട്ട് പരിപാടി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഇങ്ങനെ പരിപാടി നീ അഭിനയിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിനയിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബെന്നെടുത്ത്. അപ്പോൾ എൻ്റെ പ്രശ്നം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബെന്നെടുത്തപ്പോൾ സന്തോഷം വന്നു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ മ്യൂസിക്കൽ ചെയർ ചെയ്യണമെന്ന് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ ആ പടം ഒരു കമേഴ്ഷ്യൽ പടമല്ല. അപ്പോൾ നമുക്ക് അത് ഡിഫറെൻറ്റ് പടമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കോവിഡ് അവാർഡ് പരിപാടിയൊക്കെ പോയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആൻ്റപ്പൻ അപ്പം അതിനിടയ്ക്ക് പൊമ്പിളൊരു ചെയ്ത് കോവിഡ്. അപ്പം അങ്ങനെ ഒരു നമുക്ക് ആ സമയത്ത് തോന്നുന്നത് ചെയ്യാനാണ്, മറ്റേതിലോട്ട് അങ്ങോട്ട് ചിന്തിക്കണില്ല. ഈ റോളുകൾ ഓഫർ ചെയ്തിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ വേണ്ടാന്ന് വെക്കുന്നുണ്ടോ? ബേസിക് എന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ റോളുകളോ ഉറപ്പായിട്ടും എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ സിനിമയിൽ അഭിനയിക്കുമെന്ന് നമുക്ക് ആദ്യം അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതിന് ഒരാളെ ആക്ടർ ആവാൻ വേണ്ടി അയാൾ ഒരാളെ പുറപ്പെടുമ്പോൾ തന്നെ അയാൾക്ക് കുറേ കാര്യങ്ങളുണ്ട്. പ്ലാൻഡ് അല്ല. അപ്പോൾ ആ ആക്ടർ അല്ലാണ്ട് വന്നപ്പോൾ പിന്നെ ഡയറക്റ്റ് ചെയ്ത് അപ്പോൾ പിന്നെ ഡയറക്ടർ ഇഷ്ടപ്പെട്ടു. പക്ഷേ മ്യൂസിക്കൽ ചെയർ നമുക്ക് ചെയ്യണമെങ്കിൽ ആ മരണഭയവും കാര്യങ്ങളും എനിക്കുള്ളത് കൊണ്ട് ഞാൻ തന്നെ അത് ഞാൻ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും ഇപ്പം എനിക്കങ്ങനെ ഒരു നമ്മളീ പറഞ്ഞ ഒരു ഇപ്പോഴാണ് ഓക്കെ ഇനിയിപ്പോൾ ഇതാണല്ലോ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ അഭിനയിക്കണോ അല്ലേ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യണമെന്ന് ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ. അപ്പൊ എങ്ങനെ പ്ലാൻ ഉണ്ട്? അതായത് അഭിനയിക്കുക, എന്നിട്ട് അഭിനയിച്ചിട്ട് അങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ ഫണ്ട് ചെയ്തിട്ട് പടങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യുന്ന ആക്ടർ ഡയറക്ടേഴ്സിൽ അങ്ങനെ ചെയ്തൂടെ? അങ്ങനെയും ചെയ്യാൻ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു ട്രാക്ക് വരുന്നത് വെച്ചാലേ ഞാൻ കമേഴ്ഷ്യൽ പടം ചെയ്യാന്നുള്ളത് ആൻ്റപ്പനായിരുന്നു ആക്ച്വലി എന്റർടൈനർ. അപ്പോൾ ഇപ്പോഴാണ് ഞാനിപ്പോൾ ആൻ്റപ്പനാണ് എൻ്റെ ഒരു തിയേറ്റർ ഓടുന്ന ഒരു പരിപാടി ഞാൻ ആലോചിച്ച് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആൻ്റപ്പനാണ്. ബാക്കി ഒരു പടം അങ്ങനെ ചെയ്തതല്ല. ആദ്യമായിട്ട് അങ്ങനെ അത് വലിയ ആർട്ടിസ്റ്റ് ഇല്ലാണ്ട് ചെയ്യണമെന്നും ഈ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യണമെന്നും എന്നിട്ട് അത് ആൾക്കാർക്ക് ഒരു ഡിഫറെൻറ്റ് പടം കൊടുക്കണമെന്നും ആഗ്രഹിച്ചിട്ട് ചെയ്ത പടം. അപ്പോൾ ഇനിയാണ് ഇപ്പോൾ അടുത്ത പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ നോക്കും, തിയേറ്ററിൽ ആൾക്കാർ കയറണം, കാണണം. അതൊക്കെ ഇപ്പോഴാണ് മാർക്കറ്റ് ചെയ്യണം. മറ്റേത് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല സിനിമയ്ക്ക്. നമ്മൾ വെറുതെ ഇല്ല മാർക്കറ്റ് ചെയ്യേണ്ടാത്ത പ്രൊഡക്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആൻ്റപ്പൻ അങ്ങനെയല്ല, അത് ചെയ്തിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. സജിത്ത്, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ടൊരു ഫാൻ ഫോളോയിങ് ഉണ്ടാവുക, അത് ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് വന്നു കഴിഞ്ഞാൽ ഹോംലി മീൽസ് ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ആളുകൾ കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ ഐഡിയയ്ക്ക് ആളുകൾ കൊടുക്കുന്ന ഒരു അപ്രിസിയേഷനാണ്. പക്ഷേ ഇപ്പോൾ മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ പോലത്തെ ഒരു ഒറിജിനൽ ഐഡിയ പിന്നെ സംഭവിച്ചിട്ടില്ല, അതുപോലത്തെ ഒരു കാര്യമാണ്. ഞാൻ അതിനെ ഒരു രീതിയിൽ കമ്പയർ ചെയ്യില്ല. ഹോംലി മീൽസ് അതായത് എന്റർടൈൻമെന്റ് ചാനലിന്റെ പിന്നാമ്പുറത്ത് എന്താണ് നടക്കുന്നത് അത് പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. അതിന്റെ അത്രയും സ്ട്രെങ്ത് ഉണ്ട് ആ ഐഡിയക്ക്, ഈവൻ എല്ലാ ഐഡിയക്കും ബെന്നിനായാലും മ്യൂസിക്കൽ ചെയറായാലും. സോ എത്രമാത്രം ഒറിജിനാലിറ്റി പ്രതീക്ഷിച്ചിട്ട് ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾക്ക് പോകണം. ഐ മീൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സിനിമ വളരെ വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സീക്വൻസ് ഉള്ള ഒരുപാട് പെർഫോമൻസുള്ള ഒരു ഫൺ സിനിമയാണ്. ഇപ്പം എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടന്റ് ബേസ് ആണ്. ഒരിക്കലും ഒരു സെക്സ്വൽ കണ്ടന്റോ അല്ലെങ്കിൽ വയലൻസോ ഒന്നുമില്ല, കുട്ടികൾക്ക് കാണുന്ന സിനിമയാണ്. ഇത് പറയുന്ന എന്തുവാ സുനിൽ കുറച്ചുകൂടി അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? പുള്ളി അഡ്രസ് ചെയ്യുന്നത് കൊണ്ടും അതിനെ സർക്കാസ്റ്റിക്കലി സംസാരിക്കുന്നതുകൊണ്ടായിരിക്കണം. അപ്പം അല്ലാതെ തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ്. വിപിനാരിയുടെ ഹോംലി മീൽസ് പോലെ, ബെന്ന് പോലെ, അതിന്റെ വേറൊരു ചിന്തയാണ്. അത് ഭയങ്കര രസമായിട്ട് നല്ലൊരു പ്രൊഡക്ഷന്റെ ബാക്കപ്പിൽ ഒരു സിനിമാറ്റിക് ഫോമാറ്റ് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് ആ ഒരു പുള്ളി ട്രൈ എന്നാണ് അത് ബേസിക്കലി അതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യലി എങ്ങനെ ഒരു പരിപാടി കൊമേഴ്ഷ്യൽ പടം ഐഡിയ, പക്ഷേ നമ്മുടെ ഒറിജിനൽ ഐഡിയ അതിനെങ്ങനെ നമ്മളൊരു കമേഴ്ഷ്യൽ ഫോർമാറ്റിലാക്കാൻ പറ്റുന്ന ആള് കയറുന്ന പടം ഉണ്ടാക്കുക. നമ്മൾ ആള് കയറുന്ന പടം ഉണ്ടാക്കുക, തിയേറ്റർ നമ്മൾ ആള് കയറുന്ന പടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ പറഞ്ഞ പരിപാടി. സുനിൽ നിന്നാണ് പാറ്റ്ലി മുമ്പത്തെ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ക്രൈസ്റ്റ് ഇപ്പോൾ വന്നാൽ എന്ത് മെസ്സേജ് പറയും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ബേസിക്കലി. അതൊരു ഫൺ എലമെന്റിൽ എടുത്തിരിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും കോമഡി എപ്പോഴും വർക്ക്ഔട്ട് ആവുമല്ലോ. ഇപ്പോൾ റിലീജിയസ് കോമഡി എന്നുള്ള ഇതാണ്. ഒന്നും അങ്ങനെ ഹേർട്ട് ചെയ്യാൻ ഡെലിബറേറ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല, സെന്റിമെന്റ്സ് ഹേർട്ട് ചെയ്യാനൊന്നും ഇല്ല. അതൊരു ഫൺ, ഒരു ഫാന്റസി മോഡിലെടുത്ത് പോകണം എന്നാണ്. രണ്ട് വാക്കുകൾ പടത്തിനെ പറ്റി ഞാൻ എന്ത് പറയാനോ എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇത് സാറ്റർഡേ അല്ല ഫ്രൈഡേ റിലീസ്, അത്രേ ഉള്ളൂ. എല്ലാവരും കാണണം, അഭിപ്രായം വരണം അല്ലേ. മറ്റേത് പറയണം, പെട്ടെന്ന് കാണണം, 3 ദിവസത്തിൽ പടം മാറും. OTT ഒരു മിനിറ്റ് അത് ഞാൻ തന്നെ ഇട്ടാ. അത് ഞങ്ങള് മറ്റേ വട്ടവശ സമ്മേളനം ചെയ്തപ്പോൾ ഞാനിട്ട് ക്യാപ്ഷനെ
ഇപ്പൊ താല്പര്യം ഉണ്ടോ ഇന്ന് തന്നെ കാണുക, കാരണം നാളെ പടം ഉണ്ടാവുന്ന യാതൊരു ഗ്യാരണ്ടി ഇല്ലെന്ന് പറഞ്ഞ് പത്രത്തിൽ സാധ്യത പറയിപ്പിച്ചത് മറ്റേ മോഹൻലാലിന്റെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫാൻസുകളെല്ലാം കണ്ടോട്ടാ 3 ദിവസത്തിൽ പടം മാറും. ശരി, അതിന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഇത് അങ്ങനെ അതായത് ഇപ്പൊ 12 ശിഷ്യന്മാരുള്ളതിൽ 12,000 അല്ലേ 2 ലക്ഷവും എല്ലാ ശിഷ്യന്മാരാകണം. എല്ലാരും കണ്ടിരിക്കണേ പടം. അതൊരു ഒരു അങ്ങനെ വിപിൻ അറ്റ്ലിയുടെ ആള് കയറുന്ന പടത്തിന് വേണ്ടി ആ, അതെ. നേരത്തെ ഒരുപാട് നന്ദി, നമസ്കാരം, താങ്ക് യു. താങ്ക് യു.